ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഫോക്സ് വാഗൻ ഗ്രൂപ്പ് ഇന്ത്യയിൽ ഇപ്പോൾ ഡീസൽ വാഹനങ്ങൾ നിർത്തിയിട്ട് 5 വർഷത്തിനടുത്തായി. 2020 BS6 വന്നപ്പോൾ തൊട്ട് അവർ പിന്നെ ഡീസൽ വണ്ടികളൊന്നും ഇവിടെ വിറ്റിട്ടേ ഇല്ല. അതിപ്പോൾ ചെറിയ വണ്ടികളായാലും അവർ വലിയ വണ്ടികളായാലും ഈവൻ ഔഡി വാഹനങ്ങളിൽ പോലും അവർ ഡീസൽ വണ്ടികൾ കംപ്ലീറ്റ്ലി നിർത്തി. പക്ഷേ എന്നാൽ ഇപ്പം നമ്മുടെ 2025 ഭാരത് മൊബിലിറ്റി ഷോയിൽ സ്കോഡ അവരുടെ പുതിയ സൂപ്പർ ഡീസൽ ഡെബ്യൂ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഈ വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നും അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഫൈനലി സ്കോഡയുടെ ഡീസൽ വാഹനങ്ങൾ തിരിച്ചു വരികയാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്കോഡ അവിടെ കാണിച്ചിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള 3 വണ്ടികളും ഈ 3 വണ്ടികൾ ഇന്ത്യയിലേക്ക് വരും എന്ന് പറഞ്ഞവർ കൺഫേം ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സൂപ്പർബിനെ പറ്റി ഡിസ്കസ് ചെയ്യാം, കാരണം അതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ ടോക്കിംഗ് പോയിന്റ്. സൂപ്പർബ് എന്ന് പറയുന്ന വാഹനം ഒരു മെയിൻ ടോക്കിംഗ് പോയിന്റ് അല്ലായിരിക്കും, കാരണം ഡി സെഗ്മെന്റ് ലക്ഷറി സെഡാൻസിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. പക്ഷേ പൊതുവേ ആരും ഇപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ അങ്ങനെ വണ്ടികൾ വാങ്ങാറില്ല. ഇപ്പോൾ ഉള്ള സൂപ്പർബ് എന്ന് പറയുന്നത് നമ്മുടെ 3rd ജനറേഷൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ്. അതിൻ്റെ പ്രൈസ് പിന്നെ അവർ ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഇട്ടിരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല, ആരും വാങ്ങുന്നില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന 4th ജനറേഷൻ സൂപ്പർബ് വളരെ നല്ലതാണ്. നമുക്ക് 19 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്, അതുപോലെ ഫ്രണ്ടിൽ സ്റ്റെപ്പ് ബാക്ക് LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല നീളമുള്ള വണ്ടിയാണ്. റിയറിലാണെങ്കിലും നമുക്ക് പുതിയ ടെയിൽ ലാംപ്സ്, അതുപോലെ ഓവറോൾ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ വന്നുകൊണ്ടിരുന്ന വണ്ടി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഈ വണ്ടി ഇപ്പോഴും നമുക്കൊരു നോച്ച് ബാക്ക് ടൈപ്പ് ഡിസൈനാണ് കിട്ടുന്നത്. 645 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസും അതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. അതായത് ഇഷ്ടംപോലെ സ്ഥലം ഈ വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സ്കോഡയുടെ വാഹനങ്ങളിൽ ഏറ്റവും ലക്ഷറീസും അതുപോലെ സ്പേഷ്യസും ആയിട്ടുള്ള ഒരു ഷോഫർ ഡ്രിവൺ കാർ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയും കൂടിയാണ് സൂപ്പർബ്. ആൻഡ് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ അപ്പോൾസ്റ്ററി ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് ആ ഒരു ടാൻ അല്ലെങ്കിൽ ആ ഒരു ബ്രൗൺ ഫിനിഷ് വരുന്നതെല്ലാം സോഫ്റ്റ് ടച്ച് ആണ്. ആൻഡ് ഡാഷ്ബോർഡിന് ടോപ്പ് പോർഷനും സോഫ്റ്റ് ടച്ച് ആണ്. ആൻഡ് ഇതിനകത്ത് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവർ കൊടുക്കുന്ന പോലെ സ്റ്റിയറിംഗ് വീൽ ലോഗോ അല്ല കൊടുക്കുന്നത്, അതിന് പകരം സ്കോഡ എന്ന് പറഞ്ഞ ലെറ്ററിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് പുറമെ നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ അവൈലബിൾ ആണ്, ഫുള്ളി ഡിജിറ്റലാണ്. അതുപോലെ തന്നെ പുതിയ ഒരു 13 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റം ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല സൈസ് തോന്നുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ്, അതുപോലെ നമ്മുടെ ഡ്യുവൽ സോൺ ഓട്ടോ AC, പാനോറാമിക് സൺറൂഫ്, 10 എയർ ബാഗ്സ്, അതുപോലെ തന്നെ ലെവൽ 2 അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം, സെൽഫ് പാർക്ക് തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ടിലത്തെ സീറ്റിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ടും അതുപോലെ മെമ്മറി ഫംഗ്ഷൻ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതും അഗൈൻ വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. ഇത് കൂടുതലും കംഫർട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് ഒക്കെ എന്തായാലും നല്ലതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റിയർ സീറ്റ് സ്പേസും വളരെയധികം നല്ലതാണ്. ഷോഫർ ഡ്രിവൺ എന്ന രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ബാക്ക് സീറ്റ് സ്പേസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഡീസൽ എഞ്ചിൻ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന 2 ലിറ്റർ TDI തന്നെയാണ് തിരിച്ചു വരാൻ പോകുന്നത്. അത് ഈ വാഹനത്തിൽ ഓൾ വീൽ ഡ്രൈവ് വേരിയൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് 193 PS പവറും അതുപോലെ 400 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു വേരിയൻ്റ് ആണ്. പക്ഷേ അത് ഓൾ വീൽ ഡ്രൈവിൽ മാത്രമേ കിട്ടുള്ളൂ അത്രയും പവർ. ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡൽ നമുക്ക് ഇൻ്റർനാഷണലി വരുന്നുണ്ട്, അതിന് 148 bhp അടുത്താണ് പവർ വരുന്നത്. എന്തായാലും ഇപ്പോൾ സ്കോഡ കൺഫേം ചെയ്തിരിക്കുന്ന അനുസരിച്ച് അവർ ഇന്ത്യയിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് CBU റൂട്ട് വഴി ഓൾ വീൽ ഡ്രൈവ് വണ്ടികൾ കൊണ്ടുവരും. അതും ഈ സെയിം 193 PS പവർ വെച്ചിട്ടുള്ളതായിരിക്കും വരുന്നത്. അതിനുശേഷം പിന്നെ ഇവിടെ തന്നെ CKD ആയിട്ട് ലോക്കലി അസംബിൾ ചെയ്തിട്ടുള്ള വണ്ടികളും അവരിറക്കും എന്ന് പറയുന്നുണ്ട്. അത് ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടില്ല. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് ആ ഒരു 148 bhp അടുത്തുള്ള പവറേ കിട്ടുള്ളൂ. പക്ഷേ എന്തായാലും സ്കോഡ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവർക്ക് പണ്ട് വന്നുകൊണ്ടിരുന്നതിൽ, അതായത് ഡീസൽ ഉണ്ടായിരുന്ന കാലത്ത് ഓൾമോസ്റ്റ് 80% സെയിൽസും ഡീസൽ വണ്ടികളിൽ നിന്ന് തന്നെയാണ് സ്കോഡയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി വീണ്ടും ഡീസൽ ഈ ഒരു സെഗ്മെൻറ്റിലെങ്കിലും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ അവർക്ക് സെയിൽ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നും സ്കോഡ പറയുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ ഇപ്പോൾ സെഡാൻസ് തന്നെ ഈ സെഗ്മെൻറ്റിൽ വരുന്നില്ല, ഉള്ളതാണെങ്കിൽ എല്ലാം പെട്രോളാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ അകത്തൊരു ഡീസൽ വണ്ടി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഏതായാലും സ്കോഡ ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഈ വണ്ടി മാത്രമല്ല, ഇതൊക്കെ നമുക്ക് ഈ വർഷം വരാൻ പോകുന്ന വണ്ടികളാണ് ഈ പറയുന്നത്. അതിലടുത്ത വാഹനം വരുന്നതാണ് പുതിയ ജനറേഷൻ കോഡിയാക്ക്. ഈ വണ്ടിയും ഇപ്പോൾ 2nd ജനറേഷൻ മോഡലാണ് ഇൻ്റർനാഷണലി വന്നിരിക്കുന്നത്. ഇത് ഇൻ്റർനാഷണലി കഴിഞ്ഞ വർഷം വന്നായിരുന്നു നമുക്ക്, പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും ആ ഒരു 1st ജനറേഷൻ ഫേസ് ലിഫ്റ്റ് തന്നെയാണ് കിട്ടുന്നത് എന്ന് മാത്രം. എന്തായാലും ഓവറോൾ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഡിഫറൻസ് തന്നെ പറയാം. ഫ്രണ്ടിലൊക്കെ പുതിയ LED മെട്രിക്സ് ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ സ്കോഡയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാഹനങ്ങളിലെല്ലാം ആ ഒരു സിഗ്നേച്ചർ ഗ്രില്ലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാനാണെങ്കിൽ ഈ വണ്ടി ഒരു D സെഗ്മെൻറ്റ് SUV ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സൈസ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതിൻ്റെ അലോയ്സ് 20 ഇഞ്ച് വരെ സൈസ് പോകുന്നുണ്ട്. പക്ഷേ ഇവരിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വണ്ടിയിലുള്ള അലോയ്സ് കാണാൻ വലിയ രസമൊന്നുമില്ല. അതെന്താണോ അവർ ഈ വണ്ടിയായിട്ട് ഒരു രീതിയിൽ മാച്ച് ആവാത്തൊരു അലോയ് ഇവിടെ കൊടുത്തത്. ഇൻ്റർനാഷണൽ നമുക്ക് വേറെ അലോയ്സൊക്കെ കിട്ടുന്നുണ്ട്. എനിവേ അതാണ് ഇപ്പോഴത്തെ കാര്യം. ഇന്ത്യയിലേക്ക് വരുമ്പം അവർ അലോയ്സ് മാറ്റിയാൽ മതിയായിരുന്നു. ബാക്കിലത്തെ ഡിസൈനിൽ നമുക്ക് അഗൈൻ സ്കോഡ എന്ന് പറഞ്ഞ ലെറ്ററിങ് കിട്ടുന്നുണ്ട്. അതുപോലെ 4x4 ബാഡ്ജിങ്, കോഡിയാക്കിൻ്റെ ബാഡ്ജിങ്, പിന്നെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനും നമുക്ക് അത്യാവശ്യം വ്യത്യാസം പറയാൻ പറ്റും. LED ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ സ്പോയിലർ, അതുപോലെ റിയർ വൈപ്പർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്.
ഇനി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂപ്പർബിൽ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തന്നെയാണ് ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. ഡാഷ്ബോർഡ് ഡിസൈനിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അതായത് 13 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ്, 10 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പിന്നെ ഡ്യുവൽ സോൺ AC, വെന്റിലേറ്റഡ് സീറ്റ്, പാനോറാമിക് സൺറൂഫ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ വാഹനത്തിനകത്തുണ്ട്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വിത്ത് സ്കോഡയുടെ ലെറ്ററിങ് അതും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് സൂപ്പർബ് പോലെ അത്രയും സെക്കൻഡ് റോ സീറ്റിൽ സ്പേസ് ഉള്ള ഒരു വണ്ടിയല്ല. കാരണം 3 റോ SUV ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് റോ സീറ്റ് കുറച്ച് മുന്നോട്ടിട്ടല്ലേ ബാക്കിലുള്ളവർക്കുള്ള സീറ്റിൻ്റെ സ്പേസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ലാതെ വേറെ നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് വൈസിൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ പറയാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയും. തേർഡ് റോ ഇപ്പോഴും അങ്ങനെ ഭയങ്കര യൂസബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡ് റോയിൽ ആവശ്യത്തിനൊക്കെ നമുക്ക് ഇരിക്കാം. സൂപ്പർബിൻ്റെ അത്രയും സ്പേസ് ഇല്ല എന്നുള്ളൂ. പിന്നെ 3 റോസും പൊങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ളൊരു ബൂട്ട് സ്പേസ് ബാക്കിൽ കിട്ടുന്നുണ്ട്. അതിൽ ഭയങ്കര വലിയൊരു കോംപ്രമൈസ് ഒന്നും ഈ വാഹനത്തിന് ഇത്രയും സൈസ് ഉള്ളതുകൊണ്ട് വന്നിട്ടില്ല. ഇനി എഞ്ചിൻ വൈസ് നോക്കാനാണെങ്കിൽ 2 ലിറ്റർ TDI സൂപ്പർബിൽ വരാൻ പോകുന്ന ആ ഒരു എഞ്ചിൻ ഇതിൻ്റെ അകത്തും വരും എന്ന് പറയുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് തീർച്ചയായും 2 ലിറ്റർ TSI ഇപ്പോൾ കിട്ടുന്ന ആ ഒരു എഞ്ചിനും കിട്ടിക്കൂടായിക്കൊന്നുമില്ല. അതെന്തായാലും വരും. അതിപ്പം നേരത്തെ പറഞ്ഞ സൂപ്പർബിൻ്റെ കേസിലാണെങ്കിലും ഡീസൽ മാത്രമായിട്ടായിരിക്കില്ലേ വരുന്നത്. ഡീസലും പെട്രോളും ഒരുമിച്ച് എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഡീസൽ മാത്രമേ വരുള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. പവർ ഫിഗേഴ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇനി ഇവർ കൊണ്ടുവരാൻ പോകുന്ന അടുത്ത വാഹനം നമ്മുടെ പുതിയ 4th ജനറേഷൻ ഒക്ടാവിയയുടെ RS മോഡലാണ്. ഇതിന് മുന്നേ നമുക്ക് എല്ലാ ജനറേഷൻ ഒക്ടാവിയയുടെയും, അതിപ്പം ഫസ്റ്റ് ജനറേഷൻ ആയാലും സെക്കൻഡ് ജനറേഷൻ ലോറ ആയാലും തേർഡ് ജനറേഷൻ്റെ ആയാലും എല്ലാം അവർ RS ഓർ VRS എന്ന് നമ്മൾ പറയാറുള്ള പോലെ ആ ഒരു പെർഫോമൻസ് സ്ട്രീംസ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഈ പ്രാവശ്യം വരാൻ പോവാണ്. അതുവരിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ടിലത്തെ ഒരു ഗ്രില്ലൊക്കെ ഒരു മൊത്തം ഒരു ഡീക്രോം ചെയ്ത ഫിനിഷിലാണ് കിട്ടുന്നത്. VRSൻ്റെ ഒരു ലോഗോ നമ്മുടെ ഗ്രില്ലിൽ വരുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന LED ഹെഡ്ലൈറ്റ്സ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ അതിനകത്തുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കാനാണെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് 18 ഇഞ്ച് വീൽസാണ് വരുന്നത്. പക്ഷേ 19 ഇഞ്ച് വീൽസിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിന് ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു 19 ഇഞ്ച് റിംസ് വെച്ച് വണ്ടി കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വീൽ ആർച്ച് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ റിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സട്ടിലായിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് സ്പോയിലർ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കോഡയുടെ ലെറ്ററിങ്ങും ഒക്ടാവിയയുടെ ബാഡ്ജിങ്ങും VRSൻ്റെ ബാഡ്ജിങ്ങും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. താഴത്തും ചെറിയൊരു റെഡ് സ്ട്രിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ടെയിൽ ലാംപ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഓൾറെഡി ഈ ജനറേഷൻ ഒക്ടാവിയ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. RS മോഡൽ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതും നോച്ച് പാക്ക് ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടി ഒരു ഓട്ടോ എക്സ്പോയിൽ കാണിച്ചിരിക്കുന്ന നിയോൺ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല എടുത്ത് നിൽക്കുന്ന ഒരു ഫ്ലൂറസെൻ്റ് പോലത്തെ പച്ച കളറാണ്. അതും കാണാൻ നല്ല രസമുണ്ട്. ഇനി ഇൻറ്റീരിയർ പറയാനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. അതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നില്ല. ആകെപ്പാടെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് വരുന്നു. അതുപോലെ കുറച്ച് അൽക്കണ്ടാറ ഫിനിഷ് ചെയ്യുന്ന ഡാഷ്ബോർഡിൽ അവർ കൊടുത്തിട്ടുണ്ട് സ്പോർട്ടി ആയിട്ട് കാണിക്കാൻ. പിന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ്. ഡാഷ്ബോർഡ് ഡിസൈനിൽ ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റ് നോബ് നമുക്ക് കാണാം. അത് സാധാരണ വരുന്ന പോലെ ഒരു ഗിയർ സ്റ്റിക്ക് അവർ കൊടുത്തിട്ടില്ല. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും അതിന് പകരം ബട്ടൺസ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇതിലും കുറച്ചും കൂടി ഇഷ്ടം നമ്മുടെ ഓട്ടോമാറ്റിക്കിന് ഇതിന് മുന്നേ കൊടുത്തിരുന്ന പോലത്തെ ഗിയർ ലിവർ തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഇത്തിരി ബേസിക് ആയിട്ട് തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനത്തിന്. പിന്നെ ഇതിനകത്ത് വരുന്ന സീറ്റ്സ് ഒക്കെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ബക്കറ്റ് സീറ്റ്സ് ആണ്. VRSൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ അൽക്കണ്ടാറ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സ്പോർട്ടി ഫീൽ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒക്ടാവിയ ആയതുകൊണ്ട് അങ്ങനെ ആരും റിയർ സീറ്റ് എക്സ്പീരിയൻസ് ഫോക്കസ് ചെയ്യാൻ സാധ്യതയില്ല. ഒരുപാട് സ്പേസ് ഒന്നുമില്ല. ആവശ്യത്തിനുള്ള സ്പേസ് ഈ വണ്ടിയിൽ കിട്ടുന്നുള്ളൂ. പിന്നെ എസ്പെഷ്യലി ഇത് VRS ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കോൺഷ്യസ് ആയിട്ടുള്ള വാഹനമായിട്ട് പറയാനും പറ്റില്ല. ഇനി ഒക്ടാവിയ RS ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഒരു വലിയ ഫാക്ടർ ആണല്ലോ. നമുക്ക് ഇതിന് മുന്നേ കിട്ടിയ 3rd ജനറേഷൻ മോഡലിൽ ലാസ്റ്റ് വന്ന 245 bhp ഉള്ള VRS 245 എന്ന് പറഞ്ഞ വാഹനമാണ്. അതിന് മുന്നേ ആ 3rd ജനറേഷനിൽ തന്നെ സെയിം വണ്ടിയിൽ 230 bhp ഉള്ള VRS 230 വന്നിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി പക്ഷേ 265 PS ആണ് വരുന്നത്, ഓർ 261 bhp എന്ന് പറയാം. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. 370 Nm ടോർക്ക് ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. 0 to 100 എത്താൻ 6.4 സെക്കൻഡ്സ് ആണ് ക്ലെയിംഡ് സമയം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന 2 ലിറ്റർ TSI തന്നെയാണ് ഇതിനകത്തുള്ള എഞ്ചിൻ. അതിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് വന്ന 3rd ജനറേഷൻ മോഡലും 2 ലിറ്റർ TSI തന്നെയായിരുന്നു അവർ കൊടുത്തിരുന്നത്. നോർമൽ ഒക്ടാവിയയിൽ മാത്രമാണ് 1.8 TSI വന്നത്. VRSൻ്റെ അകത്തൊക്കെ 3rd ജനറേഷനിൽ 2 ലിറ്റർ തന്നെയായിരുന്നു. ഗൈസ്, അപ്പോൾ ഇതാണ് സ്കോഡ ഈ വർഷം ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന 3 വാഹനങ്ങൾ. ഇതിൽ ഒക്ടാവിയ VRS എന്തായാലും CBU ആയിട്ടേ വരുള്ളൂ, CKD ആയിട്ടൊന്നും വരില്ല. മറ്റു 2 വാഹനങ്ങളും CKD ആയിട്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.